നമസ്കാരം. വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെയേറെ വിഷമമുണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ പ്രദേശത്തെ ഒരു മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന സജീവ് നായർക്ക് നേരെ സിനിമാ നടൻ ജയസൂര്യയുടെ ഗുണ്ടകൾ കയറി ആക്രമിക്കുന്ന ഒരു പ്രവണതയുണ്ടായി. അതും ഭക്തിസാന്ദ്രമായ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരിടം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ആ ഒരു ഇടത്ത് വെച്ചാണ് ജയസൂര്യയുടെ ഗുണ്ടകൾ പ്രധാനപ്പെട്ട നാടറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നുള്ളത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഒരു പ്രാദേശിക ചാനലിലെ ലേഖകൻ മാത്രമല്ല, മംഗളം പത്രത്തിൻ്റെ റിപ്പോർട്ടറും കൂടിയായിട്ടുള്ള സജീവ് നായർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ജയസൂര്യയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് സജീവ് നായർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത്. ദേവസ്വം തീരുമാനിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് സജീവ് നായർ എന്ന് പറയുന്നത്. ദേവസ്വം തീരുമാനിച്ചിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതും അമ്പലത്തിനുള്ളിൽ വെച്ച്, അവിടെ ആ കയ്യാലയ്ക്കുള്ളിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ഏതാനും ഗുണ്ടകൾ, ജയസൂര്യയുടെ കൂടെയുള്ള ഗുണ്ടകൾ കയറി ഈ സജീവ് നായർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർക്ക് നേരെ, മാധ്യമപ്രവർത്തകന് നേരെ, ഈ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകന് നേരെ ഇത്തരം കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ, സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ആ പ്രദേശമെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർ കണ്ണു തുറന്നിരിക്കേണ്ട ഒരിടമാണ്. കാരണം ഏത് സമയവും എന്തും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ കൊട്ടിയൂർ എന്ന് പറയുന്നത്. അവിടെ മാധ്യമപ്രവർത്തകരുടെയും പോലീസിൻ്റെയും സന്നദ്ധ സേവന രംഗത്തുള്ളവരുടെയും ഒക്കെ ശക്തമായ ഇടപെടലുകൾ ഇല്ല എങ്കിൽ അവിടെ പല അനിഷ്ട സംഭവങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാനൊന്നും, അതല്ലെങ്കിൽ അത് പൊതുജനം അറിയാതിരിക്കാനുമൊക്കെ ഇടയാവുന്ന സാഹചര്യമുണ്ടാവും. അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഊണുമുറക്കവും ഒഴിച്ച് അവിടെ കാത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഏത് സിനിമാ നടനാണെങ്കിലും ആ സിനിമാ നടൻ്റെ ഗുണ്ടകൾക്ക് നേരെ അടിയന്തരമായി നടപടിയെടുക്കാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾ തയ്യാറാകണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തീർത്തും ജയസൂര്യയുടെ ഗുണ്ടകൾക്ക് നേരെ നടപടിയെടുക്കാനുള്ള ആർജവം ഗവൺമെൻറ്റും പോലീസ് അധികാരികളും അടിയന്തരമായി ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കുറച്ചു സമയം കൂടി ഈ ഗുണ്ടകൾ അവിടെ ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമാ നടനെ നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്നുള്ള പേരുദോഷം കൂടി കൊട്ടിയൂരുകാർക്കുണ്ടായേനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സിനിമാ നടന്മാർ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ പുലർത്തേണ്ട മര്യാദകൾ പുലർത്തണം എന്നും കൂടി ഈ ഘട്ടം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകുമെന്നും മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിയന്തരമായി ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന പ്രതിഷേധാർഹമാണ് എന്നും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.